ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുന്നത് എപ്പോഴും സിനിമാ പ്രേക്ഷകർക്കും സിനിമാ പ്രവർത്തകർക്കും ഒരുപോലെ ആവേശം കൊള്ളിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഓണം, പെരുന്നാൾ, ക്രിസ്മസ് ഈ സമയങ്ങളിലൊക്കെ. ആ സമയത്ത് മാക്സിമം സിനിമകൾ, വലിയ സിനിമകൾ റിലീസ് ചെയ്യാനും ഫെസ്റ്റിവൽ സിനിമകൾ റിലീസ് ചെയ്ത് മാക്സിമം കളക്ഷൻസ് എത്തിക്കാനും സിനിമാക്കാർ നോക്കുകയും പ്രേക്ഷകർ അവരുടെ അവധി സമയങ്ങളിൽ സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഈ ഡിസംബർ 2024 എന്തൊക്കെയാണ് മലയാള സിനിമയും മൊത്തത്തിൽ ഇന്ത്യൻ സിനിമയും ലോക സിനിമയും പ്രതീക്ഷയോടെ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. ക്രിസ്മസ് ഡിസംബർ 25-നാണെങ്കിലും കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിൽ ഡിസംബർ 5-ന് തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ തിയേറ്ററുകൾ തുടങ്ങും. പുഷ്പ 2 ആണ് ഡിസംബർ 5-ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്മസ് റിലീസുകളുടെ ഒരു വെടിക്കെട്ടിന്. കേരള മാർക്കറ്റിൽ അല്ലു അർജുനുള്ള പുഷും നോർത്ത് ഇന്ത്യൻ സർക്യൂട്ടിൽ അല്ലു അർജുൻ ഉണ്ടായിട്ടുള്ള വലിയ ഫാൻ ബേസും കൊണ്ട് പുഷ്പ 2 ഒരു 1000 crore സക്സസ്സായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തൊട്ടടുത്ത ആഴ്ച തന്നെ ഡിസംബർ 12-ന് തളപതി റിലീസ് ചെയ്തുകൊണ്ട് രജനികാന്തും ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊപ്പമുണ്ട്. ഈ വർഷം ഗില്ലിയിൽ തുടങ്ങി വെള്ളിയേട്ടൻ വരെ എത്തി നിൽക്കുന്ന റിലീസ് പെരുന്നാളുകളിലെ അവസാനത്തെ എൻട്രിയാണ് തളപതി. മണിരത്നത്തിൻ്റെ ക്ലാസിക് എന്ന് വിശേഷിക്കുന്ന തളപതി തമിഴിൻ്റെ സൂപ്പർ സ്റ്റാർ രജനികാന്തും മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഒരു കിടിലൻ കോംബോയാണ്. உங்களுக்கு என்ன வேணும்? நாங்க என்ன செய்யணும்? நிறுத்தணும். எல்லாத்தையும் நிறுத்தணும். முடியாது. തിയേറ്ററിൽ ഈ കൾട്ട് ക്ലാസിക് കാണാൻ മിസ്സായി പോയല്ലോ എന്ന് വിഷമിച്ചിരുന്നവർക്ക് രജനിയുടെയും മമ്മൂട്ടിയുടെയും കോംബോ സീനുകളും മണിരത്നത്തിൻ്റെ മാജിക്കും കാണാനുള്ള അവസരമാണ് ഈ ഡിസംബർ 12-ന് അത് റിലീസിലൂടെ ഒരുക്കുന്നത്. ഡിസംബർ 13-ന് രുദ്രമാണ് അടുത്ത റിലീസ്. അപർണ ബാലമുരളിയും രാജ്ബി ഷെട്ടിയും കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തുന്ന ഈ സൈക്കോളജിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു റിവഞ്ച് ഡ്രാമ എന്ന് പറയാവുന്ന സിനിമ എന്തായാലും മലയാളി പ്രേക്ഷകർക്ക് ഒരു പുത്തൻ അനുഭവമാകുമെന്ന് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാം. ശരിക്കും രാജ്ബി ഷെട്ടിയുടെ മലയാളത്തിലേക്കുള്ള എൻട്രിയായി പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു രുദ്രം ഡിലേ ആയെങ്കിലും മമ്മൂട്ടിയുടെ വില്ലനായി ടർബോയിലൂടെയും ആൻ്റണി വർഗീസിലൂടെ സഹനായകനായി കൊണ്ടലിലൂടെയും മലയാള പ്രേക്ഷകർക്ക് പരിചിതനായി കഴിഞ്ഞിരുന്നു രാജ്ബി ഷെട്ടി. നായകനായിട്ടുള്ള രാജ്ബി ഷെട്ടിയുടെ മലയാളത്തിലേക്കുള്ള എൻട്രിയാണ് രുദ്രം. ഡിസംബർ 13-ന് ക്രേവൻ ദ ഹണ്ടർ എന്നൊരു ഹോളിവുഡ് സിനിമ കൂടി വരുന്നുണ്ട്. ക്രേവൻ ദ ഹണ്ടർ പെട്ടെന്ന് ആളുകൾക്ക് പരിചയം തോന്നിയില്ലെങ്കിലും മാർവൽ സീരീസിലേക്ക് കോമിക്സിൽ നിന്ന് വരുന്ന ഒരു പുതിയ സൂപ്പർ ഹീറോ ആണ് ക്രേവൻ. അവഞ്ചേഴ്സ് ഫാൻസിന് ഒരു വലിയ ട്രീറ്റ് ആയിരിക്കും. കാരണം അവഞ്ചേഴ്സ് സീരീസിലെ ഏജ് ഓഫ് അൾട്രോണിൽ വാൻഡ മാക്സിമോഫിൻ്റെ ടിൻ ബ്രദർ ക്യാരക്ടർ ചെയ്ത ആരൺ ടൈലർ ജോൺസൺ ആണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടറായി വരുന്നത്. വിഷ്വൽ എഫക്ട്സും 3Dയും കൊണ്ട് ക്രേവൻ ദ ഹണ്ടർ ക്രിസ്മസ് സീസൺ കീഴടക്കുമെന്ന് നമുക്ക് നോക്കാം. മലയാളികൾക്ക് ശരിക്കും ക്രിസ്മസ് സീസൺ തുടങ്ങുന്നത് ഡിസംബർ 19 മുതലാണ്. റൈഫിൾ ക്ലബ്ബാണ് ആ ക്ലബിലേക്ക് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമ. ദിലീഷ് പോത്തനും വാണി വിശ്വനാഥും പ്രധാന വേഷത്തിലെത്തുന്നു. ബോളിവുഡിൽ നിന്ന് അനുരാഗ് കശ്യപ് വില്ലൻ വേഷത്തിലെത്തുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഒപ്പം നമ്മൾ സൗണ്ട് കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന റാപ്പേഴ്സായ ഹനുമാൻ കൈൻഡും ബേബി ജീനും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഫെയിം അജയൻ ചാലിശ്ശേരിയാണ് ഇതിൻ്റെ വേണ്ടിയുള്ള പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ എല്ലാം കൊണ്ടും ഒരു ഹൈപ്ഡ് പടമായി റൈഫിൾ ക്ലബ്ബ് മാറിക്കഴിഞ്ഞു. സീക്വലുകളുടെ കൂട്ടത്തിലേക്ക് ഡിസംബർ 20-ന് മറ്റൊരു എൻട്രി കൂടിയുണ്ട്. വിടുതലൈ പാർട്ട് 2. വെട്രിമാരൻ ഡയറക്ഷനിൽ വിജയ് സേതുപതിയും സൂര്യയും ഒന്നിച്ച വിടുതലൈ പാർട്ട് 1 അത് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തതിൻ്റെ ബേസിസിൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന സിനിമയാണ്. ഒപ്പം തമാശ ചെയ്തിരുന്ന സൂര്യയുടെ പുതിയ മേക്ക് ഓവർ എന്ന ലെവലിലും വിടുതലൈ വലിയ ചർച്ചയായിരുന്നു. വിജയ് സേതുപതിയുടെ നായികയായി മഞ്ജു വാര്യർ കൂടി വിടുതലൈ പാർട്ട് 2-ലേക്ക് വരുന്നതോടുകൂടി മലയാളികൾക്കും പ്രതീക്ഷയുണർത്തുന്ന ഒരു സിനിമയായി വിടുതലൈ പാർട്ട് 2 മാറുന്നു. അനുരാഗ് കശ്യപ് ബോളിവുഡിൽ നിന്ന് വരുന്നു. ഗൗതം വാസുദേവൻ ഓൾറെഡി ഉണ്ട്. മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലെയും എണ്ണം പറഞ്ഞ ആർട്ടിസ്റ്റുകൾ വിടുതലൈ പാർട്ട് 2-ൽ ഈ വലിയ പൊളിറ്റിക്കൽ ഡിസ്കഷനകത്ത് ഭാഗമാകുന്നവരോട് വിടുതലൈ പാർട്ട് 2 വലിയ സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. സീക്വലുകളുടെ കുത്തൊഴുക്കിനിടയിലും മലയാളിക്ക് അത്ര പരിചയമില്ലാത്ത സ്പിൻ ഓഫ് എന്ന ശ്രേണിയിലേക്കാണ് മാർക്കോ ഡിസംബർ 20-ന് എത്തുന്നത്. ഉണ്ണിമുകുന്ദൻ ഫിലിംസ് പ്രൊഡക്ഷനിൽ ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ഒരു പാൻ ഇന്ത്യൻ ഫിലിമായാണ് മാർക്കോ അനൗൺസ് ചെയ്തത്. ഹനീഫ് അദേനി ഡയറക്ഷൻ. നിങ്ങൾക്കറിയോ മാർക്കോ ആരാണ്? നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? ഇതിലെ മാർക്കോ എന്ന ക്യാരക്ടർ എല്ലാവർക്കും പരിചയമുള്ളതാണ്. കാരണം മിഖായേൽ എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ വില്ലനായി വന്നതാണ് മാർക്കോ. KGF പോലൊരു പടം മലയാളത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിടത്തേക്കാണ് മാർക്കോ വരുന്നത്. കോൺട്രവേഴ്സിയും വയലൻസും സർട്ടിഫിക്കേഷനിൽ തന്നെ കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആർട്ടിസ്റ്റുകൾ തന്നെ കൊടുത്ത ഇൻ്റർവ്യൂ കൊണ്ടും മാർക്കോ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഉണ്ണിമുകുന്ദനൊരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറുമോ എന്ന് നമുക്ക് നോക്കാം. ഡിസംബർ 20-ന് പുറത്തു വരുന്ന എക്സ്ട്രാ ഡീസൻറ്റ് ED. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സുരാജ് വെഞ്ഞാറമ്മൂട്
ത്രൂ ഔട്ട് കോമഡി ചെയ്യുന്ന ഒരു ക്യാരക്ടറിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതും വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. പിന്നെ വെളിയിലാരും തൂക്കും തൂക്കവിടെ ഞാൻ റിയലിസ്റ്റ്. ഐഷ എന്ന ബയോഗ്രഫിക്കൽ ഡ്രാമ സിനിമ മഞ്ജു വാര്യറിനെ വെച്ച് ഡയറക്റ്റ് ചെയ്തതിനു ശേഷം ആമിർ പള്ളിക്കൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കോമഡി ചിത്രമാണ് എക്സ്ട്രാ ഡീസൻറ്റ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ സുരാജിൻ്റെ വെറൈറ്റി ലുക്ക് കൊണ്ടും വളരെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് ഈ സിനിമ. എക്സ്ട്രാ ഡീസൻറ്റ് അഥവാ ED ഒരു കോമിക്കൽ ഹിറ്റായി മാറുമോ എന്ന് നമുക്ക് നോക്കാം. ഡിസംബർ 20 ഹോളിവുഡിൻ്റെ എൻട്രിയാണ് മുഫാസ ദ ലയൺ കിങ്. 2019 ഇറങ്ങിയ ലയൺ കിങ് സിനിമയുടെ പ്രീക്വലും സീക്വലുമാണ് മുഫാസ ദ ലയൺ കിങ്. ലൈവ് ആനിമേഷൻ സിനിമയിൽ മ്യൂസിക്കൽ ഡ്രാമ ജോണറിലാണ് ഇത് വരുന്നത്. യോയാക്കിം ഫീനിക്സ് നായകനായ ജോക്കർ എന്ന ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായി വന്ന ജോക്കർ പാർട്ട് 2X മ്യൂസിക്കൽ സൈക്കോളജിക്കൽ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ മലയാളികളെ ചെറിയ തോതിൽ നിരാശപ്പെടുത്തിയിരുന്നു. മുഫാസ ലയൺ കിങ് എന്ന ലൈവ് ആനിമേഷൻ സിനിമയും മ്യൂസിക്കൽ ഡ്രാമ എന്നുള്ള ജോണറിലാണ് വരുന്നത്. ഇത് മലയാളികളെ എത്ര കണ്ട് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് കണ്ടറിയാം. എങ്കിലും ലോകം മുഴുവൻ ഒറ്റുനോക്കുന്ന ഏറ്റവും വലിയ വെക്കേഷൻ സീസണായ ക്രിസ്മസിൽ മുഫാസ ദ ലയൺ കിങ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് കീഴടക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ക്രിസ്മസ് സീസണിൽ ഏറ്റവും കൂടുതൽ റിലീസുള്ള ഡിസംബർ 20 തന്നെ ബോളിവുഡിൽ നിന്നും ഒരു എൻട്രി ഉണ്ട്. വെൽക്കം ടു ജംഗിൾ. ബോളിവുഡിലെ സക്സസ്ഫുൾ സീരീസായ വെൽക്കം എന്ന ശ്രേണിയിലെ ഏറ്റവും പുതിയ ഇൻസ്റ്റാൾമെൻറ്റ്, 3rd ഇൻസ്റ്റാൾമെൻറ്റാണ് വെൽക്കം ടു ദ ജംഗിൾ. വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ഇത് രണ്ടും അനീസ് ബസ്മി ഡയറക്റ്റ് ചെയ്തെങ്കിലും വെൽക്കം ടു ദ ജംഗിൾ ഡയറക്റ്റ് ചെയ്യുന്നത് അഹമ്മദ് ഖാനാണ്. ബോളിവുഡിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സ്ലാപ്സ്റ്റിക് കോമഡി ജോണറിൽ തന്നെയാണ് വെൽക്കം ടു ദ ജംഗിളും വരുന്നത്. കിലാഡി ആക്ഷൻ ഹീറോ ഇമേജ് റീബ്രാൻഡ് ചെയ്ത് കോമഡി സിനിമകളുടെ ഒരു വലിയ നിര തീർത്ത അക്ഷയ് കുമാർ വീണ്ടും കോമഡിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. ബോളിവുഡിന് റീമേക്കുകളോടുള്ള കൊതി മാറുന്നില്ല. ആ ശ്രേണിയിലേക്കാണ് ക്രിസ്മസ് ദിനമായ ഡിസംബർ 25 ബേബി ജോൺ വരുന്നത്. വരുൺ ധവാൻ നായകനായ ബേബി ജോൺ ശരിക്കും വിജയുടെ തെറി എന്ന പടത്തിൻ്റെ റീമേക്കാണ്. ആറ്റ്ലി എഴുതി സംവിധാനം ചെയ്ത 2016 വിജയുടെ വലിയ സക്സസ് സിനിമയൊന്നായിരുന്നു തെറി. വിജയ്ക്ക് പകരം വരുൺ ധവാൻ ഹിന്ദിയിലേക്ക് എത്തിക്കുമ്പോൾ ആറ്റ്ലിക്ക് പകരം സെൽവരാഗൻ്റെ അസിസ്റ്റൻ്റായിരുന്ന കലീസാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പാർട്ട്ണറായി ആറ്റ്ലിയുമുണ്ട്. വരുൺ ധവാൻ്റെ വില്ലനായി ജാക്കി ഷ്രോഫ് എത്തുന്ന ഈ സിനിമയിൽ വരുൺ ധവാൻ്റെ നായികയായി കീർത്തി സുരേഷ് മലയാളത്തിൽ നിന്ന് ബോളിവുഡിലേക്ക് തൻ്റെ എൻട്രി കൂടി നടത്തുകയാണ്. ഡിസംബർ 25 മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിലീസ് എന്ന് പറയുന്നത് ബറോസ് തന്നെയാണ്. ഡിസംബർ 25 മോഹൻലാലിൻ്റെ ജീവിതത്തിലെയും ഏറ്റവും നാഴികക്കല്ലായ ദിവസങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്യുന്ന അതേ ദിവസമാണ്. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച കൾട്ട് ക്ലാസിക്കായ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്യുന്ന ആ ദിവസം തന്നെയാണ്. അതേ ദിവസം റിലീസ് ചെയ്യുന്ന ബറോസും മോഹൻലാലിൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആകുന്നത് യാദൃച്ഛികമല്ല. കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു 3D ഫാൻറ്റസി ഫിലിമായിരിക്കും ബറോസ് ഗാർഡിയൻ ഓഫ് ദ ഗാമാസ് ട്രഷർ. സന്തോഷ് ശിവൻ ക്യാമറ ചലിപ്പിച്ച് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളും സാങ്കേതിക പ്രവർത്തകരും അണിനിരക്കുന്ന ഈ ഒരു പാൻ ഇന്ത്യൻ കൗണ്ടർ കൾച്ചർ ഇൻ്റർനാഷണൽ സംഭവം ഒരു വലിയ സക്സസ്സായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.